ഒരു ഇന്ത്യൻ കമ്പനി ആദ്യമായിട്ട് പുറത്തിറക്കുന്ന 5G സ്മാർട്ട് ഫോൺ. ഹീറ്റിംഗ് ഇഷ്യൂ എന്ന് പറയാൻ വലുതായിട്ടൊന്നുമില്ല. പക്ഷേ ഞാൻ കളിച്ചത് HD ഹൈക്കകത്താണ് ഞാൻ കളിച്ചുകൊണ്ടിരുന്നത്. നല്ല ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. ലാവ എന്ന കമ്പനി പുറത്തിറക്കിയിരിക്കുന്ന അഗ്നി എന്ന സ്മാർട്ട് ഫോണിൻ്റെ പ്രത്യേകത ഒരു ഇന്ത്യൻ കമ്പനി ആദ്യമായിട്ട് പുറത്തിറക്കുന്ന 5G സ്മാർട്ട് ഫോൺ എന്നതാണ്. അപ്പോൾ ലാവയുടെ അഗ്നിക്ക് എത്രമാത്രം സ്പാർക്ക് ഉണ്ട് എന്ന് പരിശോധിക്കാം. ഇതുപോലെ ഒരു മനോഹരമായിട്ടുള്ള ബോക്സിലാണ് ലാവയുടെ അഗ്നി എത്തുന്നത്. എന്ത് തന്നെയായാലും ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രൈസ് റേഞ്ചിൽ നമ്മൾ കണ്ട് പരിചിതമായ രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ഉഗ്രൻ പാക്കിങ്ങിൽ തന്നെയാണ് ഇത്തവണ ലാവ അഗ്നി എന്ന സ്മാർട്ട് ഫോണിനെ അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. ഈ ഒരു സൈഡിൽ പ്രൗഡ്ലി ഇന്ത്യൻ എന്ന ഹാഷ്ടാഗ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലാവ എന്നത് ഒരു പ്യുവർ ഇന്ത്യൻ ബ്രാൻഡ് തന്നെയാണ്. ഇവിടെ ലാവ എന്ന് എഴുതിയിരിക്കുന്നു. ഇതിൻ്റെ പ്രധാനപ്പെട്ട സ്പെസിഫിക്കേഷൻ ഡീറ്റെയിൽസ് എല്ലാം ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ഫോണിൻ്റെ ബോക്സിൻ്റെ ഈ ഒരു ഭാഗത്ത് 5G സ്മാർട്ട് ഫോൺ ആണെന്ന് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നുണ്ട്. നമുക്ക് അൺബോക്സ് ചെയ്യാം. ദേ ഇരിക്കുന്നു നമ്മുടെ സ്മാർട്ട് ഫോൺ. അത് പുറത്തേക്ക് എടുക്കുന്നു. ഈ ഒരു ബോക്സിൻ്റെ കളർ പാറ്റേൺ ശ്രദ്ധിച്ചാൽ അറിയാം. ബ്ലാക്ക് വിത്ത് ഓറഞ്ച് കളറാണ് അല്ലേ, ഒരു തീയുടെ നിറം. കൊള്ളാം. മൊത്തത്തിൽ ആ ഒരു പാക്കിംഗ് അടിപൊളി. ഇതിനകത്ത് അഗ്നി എന്നെഴുതിയ ഒരു പേപ്പർ കവർ, അതിനകത്ത് ഒരു ബാക്ക് കേസ്, നല്ല ക്വാളിറ്റിയുള്ള ബാക്ക് കേസാണ്, നല്ല കട്ടിയുണ്ട്. ഒരു റിജിഡ് കേസ് പോലെ തോന്നിപ്പിക്കുന്ന TPU കേസ്. 30 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ, ചാർജിങ്ങിന് Type-C പോർട്ട്. ഇനി ഫോണിലേക്ക് തിരിച്ചു വരാം. ഫോണൊന്ന് ഓൺ ചെയ്യാം. ഓൺ ചെയ്യുമ്പോൾ ഇതുപോലെ ലാവ എന്നും പവേർഡ് ബൈ ആൻഡ്രോയിഡ് എന്നും എഴുതി കാണിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഇനിഷ്യൽ സെറ്റപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ ഒരു ഡിഫോൾട്ട് വാൾപേപ്പർ തന്നെ ശ്രദ്ധിച്ചാൽ ആ ഒരു അഗ്നിയാണ് നമുക്കിതിനകത്ത് കാണാൻ സാധിക്കുന്നത്. മൊത്തത്തിൽ ആദ്യം തന്നെ നമ്മൾ ഇതിനകത്തേക്ക് കണ്ണിലൊടുക്കുന്നതിൻ്റെ ഒരു ഡിസ്പ്ലേ തന്നെയാണ്. അതിമനോഹരമായിട്ടുള്ള ഒരു ഡിസ്പ്ലേ തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ നൽകിയിരിക്കുന്നത്. സാധാരണ ചില ഫോണുകൾ പ്രൈസ് കുറയ്ക്കുന്നതിന് വേണ്ടി ക്വാളിറ്റി കുറഞ്ഞ ഡിസ്പ്ലേ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഇവിടെ അത്തരത്തിലൊരു പ്രശ്നം കാണുന്നില്ല. നല്ല കളറൊക്കെ നല്ല വൈബ്രൻ്റ് ആയിട്ട് തന്നെ നമുക്കിതിനകത്തൂടെ കാണാൻ സാധിക്കുന്നുണ്ട്. മറ്റ് പ്രശ്നങ്ങളൊന്നും ഡിസ്പ്ലേക്ക് ഫീൽ ചെയ്യുന്നില്ല. ഡിസ്പ്ലേയുടെ ഡീറ്റെയിൽസിലേക്ക് പറഞ്ഞാൽ വലിയ ഒരു ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നതെന്ന് കാണാൻ സാധിക്കുന്നു. 6.78 ഇഞ്ചിൻ്റെ ഫുൾ HD+ IPS LCD ഡിസ്പ്ലേ ആണ്. ഓർക്കുക, ഈ ഒരു പ്രൈസ് റേഞ്ചിൽ LED ഡിസ്പ്ലേ നൽകാമായിരുന്നു എന്ന് തോന്നുന്നു. കാരണം ഈ പ്രൈസ് റേഞ്ചിൽ LED ഡിസ്പ്ലേയുമായി വരുന്ന മറ്റ് ഫോണുകൾ ഉണ്ട് എന്ന് ഓർമ്മിച്ചോട്ടെ. ഇതിൻ്റെ ഒരു റിഫ്രഷ് റേറ്റിനെ കുറിച്ച് പറഞ്ഞാൽ ഇത്തരത്തിൽ ഹൈ സ്പീഡ് റിഫ്രഷ് റേറ്റ് ആയ 90 Hz റിഫ്രഷ് റേറ്റ് ഇതിന് നൽകിയിട്ടുണ്ട്. അതുപോലെ ഗൊറില്ല ഗ്ലാസ് 3യുടെ പ്രൊട്ടക്ഷനും ഈ ഫോണിൻ്റെ ഡിസ്പ്ലേക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയും ഡിസ്പ്ലേക്ക് പോറലുകളൊന്നും വളരെ പെട്ടെന്ന് വരില്ല എന്ന് ആശ്വസിക്കാൻ സാധിക്കും. ഈ ഒരു ഫോണിൻ്റെ ഡിസൈൻ കണ്ടു കഴിഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ നമുക്ക് റിയൽമിയുടെ ഏതോ ഒരു ഫോണാണെന്ന് ഒറ്റ നോട്ടത്തിൽ തോന്നിപ്പോകും. അതൊരിക്കലും ഒരു കുറവല്ല. കാരണം ലാവയുടെ ഒരു ഫോൺ റിയൽമിയുടെ ഒരു ഫോൺ പോലെ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ലാവയ്ക്ക് നൽകാവുന്ന ഒരു അംഗീകാരമാണെന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. അപ്പോൾ അതൊരിക്കലും ഒരു കുറവായിട്ടല്ല, ഒരു പോസിറ്റീവ് സൈഡായിട്ട് തന്നെയാണ് പറഞ്ഞത്. റിയൽമിയുടെ ഫോണുകളൊക്കെ കണ്ട് പരിചിതമായിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ് ഈ ഒരു ഫോണിന് ലാവ നൽകിയിരിക്കുന്നത്. നമ്മുടെ പോക്കറ്റിലേക്ക് ഇട്ടുകൊണ്ട് പോയാൽ ഈ ലാവ എന്ന ബാഡ്ജിങ് കണ്ടില്ലെങ്കിൽ ഒറ്റ നോട്ടത്തിൽ അതൊരു റിയൽമി ഫോണല്ലേ എന്ന് തോന്നിപ്പോകും. ഈ ഒരു ഭാഗത്ത് ഇത്തരത്തിൽ ലാവ 5G എന്ന് എഴുതിയിട്ടുണ്ട്. ബാക്ക് സൈഡിലേക്ക് നോക്കുമ്പോൾ 4 ക്യാമറകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു 3 ക്യാമറയും നാലാമത്തൊരു ക്യാമറ ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ഡ്യുവൽ LED ഫ്ലാഷ് ടോണും ഇത്തരത്തിൽ കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡ് പ്ലാസ്റ്റിക് ആണ്, പോളികാർബണേറ്റ് ആണ്. കണ്ടു കഴിഞ്ഞാൽ ഒരു മാറ്റ് ഫിനിഷ് നൽകിയ ഗ്ലാസ് ആണെന്ന് തോന്നിപ്പോകും. അപ്പോൾ ഇതിൻ്റെ ഒരു ബാക്ക് സൈഡ് പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ പോറലുകൾ വീഴാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇതിനോടൊപ്പം നൽകിയിരിക്കുന്ന ആ ഒരു കേസ് കൂടെ ചേർത്തിട്ട് വേണം ഉപയോഗിക്കാൻ. അങ്ങനെയാണെങ്കിൽ കുറച്ച് പോറലുകൾ വീഴുന്നത് ഒഴിവാക്കാൻ നമുക്ക് സാധിക്കും. അതുപോലെ ഫോണിന് അധികം ഭാരമൊന്നുമില്ല, 204 ഗ്രാം ഭാരം മാത്രമേ ഉള്ളൂ. ആ ഒരു 200-ൽ പുറത്ത് ഭാരം വരാനുള്ളൊരു കാരണം ഇത്രയും വലിയ ഒരു ഡിസ്പ്ലേ ആണെന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ തിക്നെസ്സും ഓക്കെയാണ്. 9.1 മില്ലിമീറ്റർ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ തിക്നെസ്. ഇതിനകത്ത് വലത് സൈഡിൽ ഈ കാണുന്ന പവർ ബട്ടണിൽ തന്നെയാണ് ഫിംഗർ പ്രിൻറ്റ് സംവിധാനം നൽകിയിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻ്റ് ആണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. ഫോണിൻ്റെ സിം ട്രേ ഇത്തരത്തിൽ ഹൈബ്രിഡ് സിം സ്ലോട്ടാണ്. അതായത് ഒരേ സമയം ഒരു നാനോ സിം കാർഡും ഒരു മെമ്മറി കാർഡും അല്ലെങ്കിൽ 2 നാനോ സിം കാർഡുകൾ ഒരുമിച്ച് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഉപയോഗിക്കാനാകും. ഇനി ഇതിൻ്റെ ഒരു സൈഡ് പ്രൊഫൈൽ പറഞ്ഞാൽ വലത് സൈഡിൽ
ഇതുപോലെ ഫിംഗർ പ്രിൻറ്റ് സംവിധാനമുള്ള പവർ ബട്ടൺ, താഴേക്ക് വരുമ്പോൾ ഇത്തരത്തിൽ സ്പീക്കർ ഗ്രില്ല്, USB Type-C ചാർജിംഗ് പോർട്ട്, മൈക്രോഫോൺ, 3.5mm ഓഡിയോ ജാക്ക്, ഇടത് സൈഡിലാണ് വോളിയം റോക്കേഴ്സും സിം ട്രേയും നൽകിയിരിക്കുന്നത്. മുകളിൽ സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷൻ മൈക്കും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പെർഫോമൻസ് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഏവർക്കും അറിയാൻ ആഗ്രഹമുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. മീഡിയടെക്കിൻ്റെ 810 5G എന്ന പ്രോസറാണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇതൊരു 5G പ്രോസറാണ്, അതുകൊണ്ട് തന്നെ ഫോൺ ഒരു 5G ആണ്. റിയൽമി 8S എന്ന ഫോണിലാണ് ലോകത്ത് തന്നെ ആദ്യമായിട്ട് മീഡിയടെക്കിൻ്റെ 810 എന്ന ഈ ഒരു 5G പ്രോസറുമായിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോൺ പ്രധാനമായിട്ടും മത്സരിക്കുന്നതും റിയൽമിയുടെ 8S എന്ന സ്മാർട്ട് ഫോണുമായിട്ട് തന്നെയാണ്. ഈ ഒരു പ്രോസർ എന്ന് പറയുന്നത് 6nm പ്രോസറാണ്. അതുകൊണ്ട് തന്നെ ബാറ്ററി കൺസംഷൻ ഒന്നും ഓവർ കൺസംഷൻ ഒന്നുമില്ല. മികച്ച ഒരു പേരുകേട്ട ഒരു പ്രോസർ തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. മാത്രമല്ല ഇതിൻ്റെ ഒരു റോം കപ്പാസിറ്റി പറഞ്ഞാൽ 8GB റാമും 128GB ഇന്റൽ മെമ്മറിയുമാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. ഇതിനുള്ളിൽ നൽകിയിരിക്കുന്ന റാം എന്ന് പറയുന്നത് LPDDR4X റാമാണ്. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഒരു AnTuTu സ്കോർ നമ്മൾ പരിശോധിച്ചാൽ ഏകദേശം 3,80,000 വരുന്നു. അതൊരു മികച്ച AnTuTu സ്കോർ തന്നെയാണെന്ന് പറയേണ്ടി വരുന്നു. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത്രയും മികച്ച ഒരു പെർഫോമൻസ് ഈ ഒരു ഫോൺ കാഴ്ചവെക്കുന്നു എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ്. നമ്മളിപ്പം കുറച്ച് നേരമായിട്ട് കോൾ ഓഫ് ഡ്യൂട്ടിയാണ് ഈ ഒരു ഫോണിൽ കളിക്കുന്നത്. ലോ ഗ്രാഫിക് ക്വാളിറ്റിയിൽ മീഡിയം ഫ്രെയിം റേറ്റിൽ നല്ല ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. ആ ഒരു സെറ്റിങ്ങിൽ കളിക്കുമ്പോൾ വലിയ വിഷയങ്ങളൊന്നും വരുന്നില്ല, അടിപൊളിയായിട്ട് തന്നെ കളിക്കാൻ പറ്റുന്നുണ്ട്. ഹീറ്റിംഗ് ഇപ്പോൾ ഒരു 7-8 മിനിറ്റോളം നമ്മൾ കളിച്ച് വലിയ ഹീറ്റിംഗ് ഒന്നുമില്ല, ചെറിയ രീതിയിൽ ഇപ്പം നമ്മൾ നോർമലി യൂസ് ചെയ്യുമ്പോൾ വാം ആവുന്ന പോലെ വാം ആവുന്നുള്ളൂ. ഞാൻ ഇതിനകത്ത് കളിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ BGMI ആണ്. എനിക്ക് കളിച്ച സമയത്ത് എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഹീറ്റിംഗ് ഇഷ്യൂ എന്ന് പറയാൻ വലുതായിട്ടൊന്നുമില്ല. ഞാൻ കളിച്ചത് HD ഹൈക്കകത്താണ് ഞാൻ കളിച്ചുകൊണ്ടിരുന്നത്. അതിൽ എനിക്ക് വലിയ പ്രശ്നം തോന്നുന്നില്ല, ഫ്രെയിം ഡ്രോപ്പ് ഒന്നുമില്ല. മാത്രമല്ല ഈ ഒരു സ്മാർട്ട് ഫോണിന് ഉള്ള മറ്റൊരു പ്രത്യേകത, നമ്മൾ ലാവ എന്ന ഈ ഒരു ബ്രാൻഡിൽ നിന്ന് നമ്മൾ ഈ ഒരു ഫോൺ വാങ്ങിക്കഴിഞ്ഞാൽ ഒരു ഡെഡിക്കേറ്റഡ് സർവീസ് മാനേജറെ നമുക്ക് നൽകുകയാണ്. നമ്മൾ വാങ്ങുന്ന ഫോണിന് ഒരു സർവീസ് മാനേജർ എന്ന രീതിയിൽ ഒരാളെ അസൈൻ ചെയ്യുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മികച്ച ഒരു സർവീസ് നമുക്ക് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം. അടുത്തതായിട്ട് ഈ ഒരു ഫോണിൻ്റെ ബാറ്ററി സൈഡിലേക്ക് വന്നാൽ 5000 mAh ബാറ്ററിയാണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. അത് ചാർജ് ചെയ്യാനായിട്ട് ഇത്തരത്തിൽ 30 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ ലാവ ഈ ഒരു ബോക്സിനോടൊപ്പം തന്നെ നൽകിയിരിക്കുന്നു എന്നുള്ളതും വലിയ കാര്യമാണ്. ക്യാമറ ഡിപ്പാർട്ട്മെന്റിലേക്ക് വന്നാൽ ബാക്ക് സൈഡിൽ ഇത്തരത്തിൽ 4 ക്യാമറകളാണ് നൽകിയിരിക്കുന്നത്. അതിൽ പ്രൈമറി ക്യാമറ വന്നിട്ട് 64 മെഗാപിക്സലിൻ്റെതാണ്. സെക്കൻഡറി ക്യാമറ 5 മെഗാപിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡ് ആംഗിളും 2 മെഗാപിക്സലിൻ്റെ ഡെപ്ത്, 2 മെഗാപിക്സലിൻ്റെ മാക്രോ എന്നീ 4 ക്യാമറകളാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. സെൽഫി എടുക്കുന്നതിന് വേണ്ടി ഇത്തരത്തിൽ സെൻറ്റർ പഞ്ച് ഹോളിൽ 16 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആ ഒരു സെൽഫി ക്യാമറ ഒരു അല്പം അതിൻ്റെ ഒരു വലിപ്പം നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഒരു അല്പം വലുതാണ് സാധാരണ പഞ്ച് ഹോൾ ക്യാമറകളിൽ നിന്നും. അടുത്തതായിട്ട് ഈ ഒരു ഫോണിൻ്റെ മറ്റ് പ്രധാന സവിശേഷതകൾ നമ്മൾ പരിശോധിച്ചാൽ ഇതൊരു 5G സ്മാർട്ട് ഫോണാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ പലർക്കും അറിയേണ്ട കാര്യം ഇതിനകത്ത് എത്ര 5G ബാൻഡുകൾ സപ്പോർട്ട് ചെയ്യുമെന്നുള്ളതാണ്. 3 വ്യത്യസ്ത 5G ബാൻഡുകളാണ് ഈ ഒരു ഫോണിനകത്ത് സപ്പോർട്ട് ചെയ്യുന്നത്. അതൊരു ഡീസൻ്റ് ആണെന്ന് പറയേണ്ടിയിരിക്കുന്നു. അതുപോലെ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ബ്ലൂടൂത്ത് വെർഷൻ ബ്ലൂടൂത്ത് 5.1 ആണ്. ഡുവൽ ബാൻഡ് വൈഫൈയുടെ സപ്പോർട്ടുണ്ട്. അതുപോലെ നമുക്ക് ഈ ഫോണിൽ 2 സിം കാർഡ് ഉപയോഗിക്കുന്നതിനകത്ത് രണ്ടിലും നമുക്ക് സ്റ്റാൻഡ് ബൈ ആയിട്ട് 5G സിം കാർഡുകൾ തന്നെ ഉപയോഗിക്കാൻ സാധിക്കും. വൈഫൈ കോളിംഗ് സംവിധാനമുണ്ട്. നിലവിൽ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് വൈഡ് വൈൻ L3യുടെ സപ്പോർട്ടാണ് നൽകിയിരിക്കുന്നത്. പക്ഷേ വരുന്ന സോഫ്റ്റ്വെയർ അപ്ഡേറ്റിലൂടെ തന്നെ വൈഡ് വൈൻ L1ൻ്റെ സപ്പോർട്ട് നൽകുമെന്ന് ലാവ അറിയിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഈ ഒരു L3 സപ്പോർട്ട് മാത്രം ഉള്ളത് കൊണ്ട് നിലവിൽ നമ്മൾ നെറ്റ്ഫ്ലിക്സിൽ നിന്നോ അല്ലെങ്കിൽ OTT പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് നമുക്ക് ഫുൾ HDയിൽ വീഡിയോകൾ സ്ട്രീം ചെയ്യാൻ സാധിക്കില്ല. എന്നാൽ L1 സപ്പോർട്ട് സോഫ്റ്റ്വെയർ അപ്ഡേറ്റിലൂടെ വന്നു കഴിയുമ്പോൾ ആ ഒരു പ്രശ്നം പരിഹരിക്കുകയും ചെയ്യും. ഫിംഗർ പ്രിൻറ്റ് സംവിധാനം ഈ പറഞ്ഞ പവർ ബട്ടണിലാണ്. അത് ഒരുവിധം വളരെ ഫാസ്റ്റായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ചെറിയൊരു ടച്ചിൽ തന്നെ ഫിംഗർ പ്രിന്റ് അൺലോക്ക് ആവുന്നുണ്ട്. കണ്ടില്ലേ? ഈ ഒരു ഫോണിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ആൻഡ്രോയിഡ് 11ലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ പ്രവർത്തിക്കുന്നത്. മാത്രമല്ല ഇതൊരു സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആണ് ഈ ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. അതൊരു വലിയ കാര്യമാണെന്ന് എടുത്തു പറയട്ടെ. നമുക്ക് ഇതേ പ്രൈസ് റേഞ്ചിൽ അല്ലെങ്കിൽ ഈ സെയിം സ്പെക്കിൽ നമുക്ക് ലഭിക്കുന്ന മറ്റൊരു സ്മാർട്ട് ഫോണാണ് റിയൽമി 8S. പക്ഷേ അതിനകത്തൊക്കെ റിയൽമിയുടെ സ്വന്തം യൂസർ ഇൻ്റർഫേസും അവരുടേതായിട്ടുള്ള നിരവധി ആപ്ലിക്കേഷൻസും ഒക്കെ കുത്തി നിറച്ചാണ് വരുന്നത്. പക്ഷേ ഈ ഒരു ഫോണിൽ ഇതിൻ്റെ ഒരു യൂസർ ഇൻ്റർഫേസ് വളരെ ക്ലീൻ ആണ്. ഈ ഒരു സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷനുകൾ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് മാത്രം, ഗൂഗിളിൻ്റേതായിട്ടുള്ള വളരെ കുറച്ച് ആപ്ലിക്കേഷൻസ് മാത്രമേ ഇതിനകത്തുള്ളൂ. അധികം ബ്ലോട്ട് വെയറുകൾ ഒന്നും തന്നെ ഇതിനകത്ത് ഇല്ല എന്ന് പറയേണ്ടി വരുന്നു. അതുകൊണ്ട് തന്നെയും അത്തരം അനാവശ്യ ആപ്ലിക്കേഷനുകളിൽ നിന്നുള്ള ശല്യപ്പെടുത്തലുകളോ
നോട്ടിഫിക്കേഷൻ വരലുകളോ പരസ്യങ്ങൾ വരലുകളോ ഒന്നും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്തില്ല എന്നുള്ളതൊരു വലിയ കാര്യമാണ്. അതിനൊരു ബിഗ് സല്യൂട്ട് നമുക്ക് ഇന്ത്യൻ ബ്രാൻഡായ ഈ ഒരു ലാവയ്ക്ക് നൽകാം. സാധാരണ സ്മാർട്ട് ഫോൺ ബ്രാൻഡുകളുടെ പ്രധാന വരുമാന മാർഗം പോലും അത്തരം പരസ്യങ്ങളാണ്. പക്ഷേ ഇവിടെ ഈ പ്രൈസ് റേഞ്ചിൽ ഒരു ഫോൺ നൽകുമ്പോൾ അതിനകത്ത് പരസ്യങ്ങളെല്ലാം ഒഴിവാക്കി ഒരു ക്ലീൻ യൂസർ ഇൻ്റർഫേസ് ലാവ നൽകിയിരിക്കുന്നു എന്നുള്ളത് വലിയ കാര്യം തന്നെ. മാത്രമല്ല ആൻഡ്രോയിഡിൻ്റെ 2 വർഷത്തെ അപ്ഡേറ്റ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകൾ ഈ ഒരു ഫോണിനകത്ത് ലഭിക്കുമെന്നും ലാവ അറിയിക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഇതിൻ്റെ ഒരു ഓഡിയോ വീഡിയോ ക്വാളിറ്റിയിലേക്ക് വന്നാൽ, അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്ന സ്പീക്കർ എന്ന് പറയുന്നത് മോണോ സ്പീക്കറാണ്. ബോട്ടം ഫയറിങ്ങിലാണ് സ്പീക്കർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഫോണിൻ്റെ പ്രൈസ് റേഞ്ചിൽ ഒരു സ്റ്റീരിയോ സ്പീക്കർ നൽകാമായിരുന്നു എന്ന് തോന്നുന്നു. കാരണം ഇതിൽ നിന്നും പ്രൈസ് കുറഞ്ഞ ഫോണുകൾ പോലും പലപ്പോഴും സ്റ്റീരിയോ സ്പീക്കർ നമ്മൾ കാണാറുണ്ട്. പക്ഷേ ഇതിനകത്ത് മോണോ സ്പീക്കറാണ് കൊടുത്തിരിക്കുന്നത്. അതൊരു അല്പം നിരാശ പടർത്തുന്നുണ്ട്. എന്നിരുന്നാലും ഒരു മികച്ച ക്വാളിറ്റി സൗണ്ട് തന്നെയാണ് ഈ വരുന്ന സിംഗിൾ സ്പീക്കറിൽ നിന്ന് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. അടുത്തത് വീഡിയോ ക്വാളിറ്റി. ഫോണിൻ്റെ വീഡിയോ ക്വാളിറ്റിയെക്കുറിച്ച് പറഞ്ഞാൽ മികച്ച ഒരു വീഡിയോ ക്വാളിറ്റി തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ നൽകുന്നുണ്ട്. ഇത് LCD ഡിസ്പ്ലേ ആണ്. എന്നിരുന്നാലും LCDയിൽ നല്ല ക്വാളിറ്റി ഉള്ളൊരു ഡിസ്പ്ലേ തന്നെ കൊടുത്തിരിക്കുന്നു. LED ഡിസ്പ്ലേ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയതിനെ. എന്നിരുന്നാലും വീഡിയോ വ്യൂയിങ് എക്സ്പീരിയൻസ് ഒക്കെ അതിമനോഹരം തന്നെയാണ്. വീഡിയോ വ്യൂയിങ് ആംഗിൾ എല്ലാം നല്ല പക്കയാണ്. മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. ഈ ഒരു ഫോണിനകത്ത് മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് കൊള്ളാം. ഇത്തരത്തിലൊരു വലിയ സ്ക്രീൻ ആയതുകൊണ്ട് തന്നെയും നമുക്ക് വീഡിയോ കാണാനും അതുപോലെ മൂവിയൊക്കെ കാണാനൊക്കെ വളരെ മനോഹരമായിട്ടുള്ള സ്മാർട്ട് ഫോൺ തന്നെയാണ് ലാവയുടെ അഗ്നി. അടുത്തതായിട്ട് ഈ ഒരു ഫോണിൻ്റെ നേട്ടങ്ങളും കോട്ടങ്ങളും പറഞ്ഞാൽ, ഇതിനകത്ത് നേട്ടങ്ങളായിട്ട് എടുത്തു പറയേണ്ടത് നമുക്ക് പ്രധാനമായിട്ടും ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ലഭ്യമാകുന്നത് ചൈനീസ് ബ്രാൻഡുകളാണ്. അത്തരം ചൈനീസ് ബ്രാൻഡുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു പ്യുവർ ഇന്ത്യൻ ബ്രാൻഡാണ് ലാവയുടെ ഈ ഒരു അഗ്നി സ്മാർട്ട് ഫോൺ എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ഫോണിൻ്റെ ഏറ്റവും വലിയ ഒരു ഹൈലൈറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു നേട്ടമായിട്ട് എടുത്തു പറയേണ്ടത്. രണ്ടാമത്തേത്, ഇതിനകത്തൊരു സ്റ്റോക്ക് ആൻഡ്രോയിഡ് അല്ലെങ്കിൽ ഒരു പ്യുവർ ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ലഭിക്കുന്നു എന്നുള്ളതൊരു വലിയ കാര്യമാണ്. 5000 mAh വിത്ത് 30 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് നൽകിയിട്ടുണ്ട് എന്നുള്ളതൊരു വലിയ കാര്യമാണ്. ഇതിൻ്റെ ഒരു പെർഫോമൻസ് സൈഡ് മീഡിയടെക്കിൻ്റെ 810 എന്ന ആ ഒരു 5G പ്രോസസ്സർ നൽകിയിരിക്കുന്നു. തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഒരു നേട്ടങ്ങളാക്കി പറയുമ്പോൾ, ഇതിനകത്ത് തോന്നിയ കോട്ടങ്ങൾ എന്ന് പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ സ്പീക്കർ ഒരു സ്റ്റീരിയോ സ്പീക്കർ കൊടുക്കാമായിരുന്നു. അതുപോലെ ഡിസ്പ്ലേ ഒരു LED ഡിസ്പ്ലേ ആയെങ്കിൽ വേറൊരു ലെവലിലേക്ക് മാറിയേനെ. അതുപോലെ നിലവിൽ ഇത് L3 ആണ്, വൈഡ് വൈൻ L3 ആണ്. L1ലേക്ക് പക്ഷേ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിലൂടെ മാറും. അതുകൊണ്ട് അതൊരു കോട്ടമായിട്ട് പറയുന്നില്ല. പക്ഷേ കരിയർ അഗ്രഗേഷൻ നൽകിയിട്ടില്ല. ഇതൊരു 4G ആയിട്ട് ഉപയോഗിക്കുമ്പോൾ പോലും കരിയർ അഗ്രഗേഷൻ കൂടി കൊടുത്തിരുന്നെങ്കിൽ മൊബൈൽ ഡേറ്റയൊക്കെ കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുമായിരുന്നു. തുടങ്ങിയ കാര്യങ്ങളാണ് ഇതിനകത്ത് എനിക്ക് കോട്ടങ്ങളായിട്ട് തോന്നിയത്. അല്ലാതെ മൊത്തത്തിൽ ബിൽഡ് ക്വാളിറ്റിയിലോ പെർഫോമൻസിലോ ഒന്നും യാതൊരു പ്രശ്നങ്ങളും ഇല്ല. പക്ഷേ ഇത്രയും നേരം ഞാൻ ഉപയോഗിച്ചപ്പോൾ തന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ കണ്ടില്ല, പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെയും കുറച്ച് ഫിംഗർ പ്രിൻറ്റ് പതിയുന്നുണ്ട് എന്നുള്ളതും ഒന്ന് ഓർക്കുക. എപ്പോഴും ബാക്ക് സൈഡ് പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ ഒരു TP കേസ് ഇട്ട് മാത്രമേ ഈ ഫോൺ വാങ്ങുന്നവർ ഉപയോഗിക്കാവൂ എന്ന് ഓർമ്മപ്പെടുത്തട്ടെ. അടുത്തതായിട്ട് ഈ ഒരു ഫോണിൻ്റെ പ്രൈസിംഗ് ആണ്. ആക്ച്വലി നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ റിയൽമി 8S എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ ഇതേ സ്പെക്കും ഏതാണ്ട് സെയിം സ്പെക്കും സെയിം പ്രോസറുമായിട്ട് സെയിം പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. സെയിം പ്രൈസ് റേഞ്ച് എന്ന് പറയാൻ പറ്റില്ല. റിയൽമിയുടെ 8Sൻ്റെ 8GB RAM 128GB സെയിം പ്രോസറുമായിട്ട് വരുന്ന റിയൽമി 8Sൻ്റെ വില എന്ന് പറയുന്നത് 19,999 രൂപയാണ്. ഈ ഒരു ഫോണും അതേ വിലയാണ്. പക്ഷേ നിലവിൽ ഒരു ഇൻട്രൊഡക്ടറി ഓഫർ എന്ന നിലയിൽ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ 17,999 രൂപയ്ക്ക്, അതായത് 2000 രൂപ കുറച്ചിപ്പോൾ വാങ്ങാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ റിയൽമി 8Sൻ്റെ 8GB 128GB വേരിയൻറ്റും ഈ ഫോണിൻ്റെ 8GB 128GB വേരിയൻറ്റും നിലവിൽ 2000 രൂപയുടെ വ്യത്യാസമുണ്ട്. 2000 രൂപ കുറവാണ് ഇതിന്. അപ്പോൾ ആ ഒരു ഇൻട്രൊഡക്ടറി പ്രൈസിൽ, അതായത് 17,999 രൂപയ്ക്ക് ഈ ഒരു ഫോൺ വർത്ത് തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ 20,000 രൂപയിലേക്ക് എത്തും. അപ്പോൾ വർത്താണോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. നിലവിലെ പ്രൈസിൽ ഓക്കെയാണ്. അപ്പോൾ എൻ്റെ ഒരു സജഷൻ, ഈ ഒരു 17,999 രൂപയ്ക്ക് കുറച്ച് കാലം കൂടുതൽ ഈ ഫോൺ വാങ്ങാനുള്ള അവസരം ലാവ കസ്റ്റമേഴ്സിന് നൽകിയാൽ അതൊരു കസ്റ്റമേഴ്സിന് ഒരു നേട്ടമാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഫോണിനകത്ത് മറ്റ് പ്രശ്നങ്ങളൊന്നും ഫീൽ ചെയ്തില്ല. മനോഹരമായിട്ടുള്ളൊരു സ്മാർട്ട് ഫോൺ തന്നെയാണ്. എസ്പെഷ്യലി ഒരു ഇന്ത്യൻ ബ്രാൻഡ് എന്ന ആ ഒരു പ്രൗഡ്ലി ഇന്ത്യൻ എന്ന ആ ഒരു വികാരം ഈ ഒരു ഫോൺ ഉൾക്കൊള്ളുന്നു എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട്, ഇതുപോലെ മനോഹരമായിട്ടുള്ള മറ്റൊരു പ്രോഡക്റ്റിൻ്റെ വിശേഷമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാവുന്ന പ്രതീക്ഷയോടെ stay safe. Bye.